പറയാതെ പണ്ടേ ഞാനറിഞ്ഞു നിനക്കെന്നോടുള്ളൊരു പ്രണയം. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ നോട്ട്ബുക്കിൽ കുറിച്ചിട്ട കവിതകൾക്ക് ജീവൻ പകർന്ന് സംഗീതാസ്വാദകർക്ക് കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് മലയാളത്തിന്റെ പ്രിയതാരം കാവ്യ മാധവൻ. കാവ്യതളങ്ങൾ എന്ന് പേരിട്ട ഗാനങ്ങളുടെ പരമ്പരയിലെ ആദ്യ ഗാനമാണ് ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും അഭിനയിക്കുകയും ചെയ്യുന്ന തന്നെ കേരളത്തിന് അറിയാമെന്നും, എന്നാൽ കവിത എഴുതുന്ന കാവ്യയെ ലോകത്തിന് പരിചയപ്പെടുത്തണമെന്ന സുഹൃത്തുക്കളുടെ നിർബന്ധമാണ് തന്നെ ഇതിലേക്ക് നയിച്ചതെന്നും കാവ്യ പറഞ്ഞു. കാവ്യ തന്നെയാണ് ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. സുജാതയാണ് ആലാപനം. കാവ്യതളങ്ങൾ ഞാൻ കുറെ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്. കാവ്യതളങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരേ സമയം ഉണ്ടായിട്ടുള്ള പാട്ടുകളല്ല, ഒരു കുറെ വർഷത്തൊക്കെ ഉണ്ട്. ആദ്യത്തെ പാട്ടുണ്ടായിരിക്കുന്നത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അവിടുന്ന് ഇങ്ങനെ കുറെ കാലത്തിന് ഇങ്ങനെ ഓരോ പാട്ടുകൾ ഉണ്ടായി. അന്നൊന്നും ഒരു CD ആയിട്ട് ഇത് ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹമോ ചിന്തയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2-3 പാട്ടുകൾ ആയിക്കഴിഞ്ഞപ്പോൾ അത് മ്യൂസിക് ചെയ്തിട്ട് സിംഗേഴ്സ് പാടിയിട്ട് കേട്ടപ്പോൾ പലരും ഇങ്ങനെ ചോദിച്ചു, 2-3 പാട്ടായാലും എന്തുകൊണ്ട് ഇതൊരു CD ആയിട്ട് ഇറക്കിക്കൂടാ, ഇനിയും കുറച്ച് പാട്ടുകൾ വേണമെന്നല്ലേ ഉള്ളൂ, ഇത്രയും എഴുതിയ ആൾക്ക് ഇനിയും പറ്റില്ല എഴുതാൻ. പിന്നീടുള്ളൊരു ശ്രമമായിരുന്നു. എനിക്കത് പറ്റുമോ എന്നുള്ളത് ഞാൻ തന്നെ അന്വേഷിച്ചിട്ട് ഇറങ്ങിയ ഒരു ശ്രമമായിരുന്നു. അനീഷ് ഉപാസനയാണ് കാവ്യതളങ്ങളിലെ ആദ്യ ഗാനം സംവിധാനം ചെയ്യുന്നത്. സംവിധായകൻ സന്തോഷ് ശിവൻ തന്റെ ഒരു ഗാനത്തിന് ദൃശ്യമൊരുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും കാവ്യ പറഞ്ഞു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിന്റെ പിരിമുറുക്കത്തിൽ അല്പനേരം ഷൂട്ടിംഗ് വൈകിയെങ്കിലും അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞയുടൻ തന്റെ സ്വപ്നഗാനവുമായി കാവ്യ ക്യാമറയ്ക്ക് മുന്നിൽ തയ്യാറായിരുന്നു. പറയാതെ പണ്ടേ ഞാനറിഞ്ഞു നിനക്കെന്നോടുള്ളൊരു പ്രണയം, പറഞ്ഞാലും തീരാത്ത കഥയിലെ മൂക്കമാ. ജൂലൈ 23-ന് കാവ്യതളങ്ങളിലെ ആദ്യ ഗാനം പുറത്തിറങ്ങും. തന്റെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിനാണ് ഇപ്പോൾ കാവ്യ. ബിനീഷ് അരവിന്ദൻ, ഇന്ത്യ വിഷൻ, പാലക്കാട്.